ഇത്ര സൗഭാഗ്യമിക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. ഇത്ര സൗഭാഗ്യമിക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് യോനയുടെ പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജനാസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. എന്നാൽ വലങ്കൈയും ഇടങ്കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്വാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ദൈവം യോനയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒടുവിലത്തെ വാക്യം. ദൈവത്തിൻ്റെ ചോദ്യം ഇതാണ്: നീ ആവണക്കിനെ കുറിച്ച് ദുഃഖിക്കുന്നു, എന്നാൽ വലങ്കൈയും ഇടങ്കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്വാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം കൂടായോ? എനിക്ക് അയ്യോ ഭാവം തോന്നിൽ നിനക്കെന്താണ് വിഷമം എന്നാണ് ദൈവത്തിൻ്റെ ചോദ്യം. ഇവിടെ ദൈവം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് യോനയോട് പറയുകയാണ്: ഈ ജനത്തിന് അവരുടെ വലങ്കൈയും ഇടങ്കൈയും തമ്മിൽ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. ആ യാഥാർത്ഥ്യം യോനയ്ക്ക് ഇതുവരെയും മനസ്സിലായില്ല എന്നുള്ളതാണ് ഒരു ദുഃഖം. ഇടങ്കൈയും വലങ്കൈയും തിരിച്ചറിയാനായിട്ട് കഴിയാത്ത ഒരു വിഭാഗം ആളുകളാണ് നിനവയിലുള്ളവർ. എന്താണ് വലങ്കൈ, എന്താണ് ഇടങ്കൈ, ഏതാണ് വലതുകാല്, ഏതാണ് ഇടതുകാല് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരല്ല നിനവയിലുള്ള ആളുകൾ. ദൈവം അവിടെ യോനയോട് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്: അവർക്ക് ഇടങ്കൈയും വലങ്കൈയും തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതല്ല, മറിച്ച് അവർ ചെയ്യുന്ന തെറ്റു മുഖാന്തരം അവരെവിടേക്കാണ് പോകുന്നതെന്ന്, അവർക്ക് വരാനിരിക്കുന്ന ശിക്ഷ എന്താണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ തെറ്റിനെ കുറിച്ച് അവർക്ക് എത്രത്തോളം ബോധ്യമുണ്ട്, തെറ്റോ ശരിയോ, ഇക്കാര്യമാണ് ദൈവം യോനയോട് ഇവിടെ പറയുന്നത്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നവരോ കുറ്റബോധമുള്ളവരോ പാപബോധമുള്ളവരോ ആയ ആളുകളായിരുന്നില്ല. പക്ഷെ യോന വന്ന് ദൈവം ന്യായം വിധിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അയ്യോ ഞങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണല്ലോ, ഇത് മുഖാന്തരം ദൈവം ന്യായം വിധിക്കുമല്ലോ, മാനസാന്തരപ്പെടണം എന്ന് മനസ്സിലാക്കി അവർ മാനസാന്തരപ്പെട്ടത്. അതാണ് ദൈവം അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. പ്രിയമുള്ളവരെ, ആ 1,20,000 ചില്വാനും മനുഷ്യരവിടെ ഉണ്ട്. ആ മനുഷ്യരെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കണക്ക് ദൈവത്തിനറിയാം. ദൈവം കൃത്യമായി അവർ ഓരോരുത്തരെയും അറിയുന്ന ദൈവമാണ്. ഒരുപക്ഷെ ആ ദേശത്തെ രാജാവിന് പോലും ഇത്രയും കൃത്യമായിട്ട് അവിടെ എത്രത്തോളം ജനമുണ്ടെന്നൊന്നും അറിവുണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഇനി അറിഞ്ഞാൽ തന്നെയും ആ മനുഷ്യരുടെ ജീവിതവും അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യം, അവരുടെ തെറ്റ് ശരി, അവരുടെ ജീവിതത്തിലെ സങ്കടമെന്ത്, അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി എന്ത്, അവരേതെല്ലാം രോഗത്തിന് അടിമകളാണ്
ഏതെല്ലാം പാപം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, നല്ലവരാര്, ചീത്തയായിട്ടുള്ള ആളുകൾ ആര്, ഇതെല്ലാം കൃത്യമായിട്ട് അറിയുന്ന ഒരേ ഒരുവൻ, അത് നമ്മുടെ ദൈവമാണ്. അതുകൊണ്ടാണ് ആ ദൈവം യോനയെ അങ്ങോട്ട് അയച്ചത്. കാരണം ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം ഇവർ അവരുടെ പാപം സംബന്ധിച്ച് അറിവില്ലാത്തവരായതുകൊണ്ട് അവരുടെ പാപം അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ആ പാപം മുഖാന്തരം അവരെല്ലാം നിത്യമായ ശിക്ഷയിലേക്ക് പോകേണ്ടതായിട്ടും വരും. അപ്പോൾ അവരെ രക്ഷിക്കാനായിട്ടാണ് ദൈവം യോനയെ അങ്ങോട്ട് അയക്കുന്നത്. പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തമായ കാര്യം, അദ്ദേഹത്തെക്കുറിച്ചുള്ള കൃത്യമായ കാര്യം വ്യക്തമായി അറിയുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യവും അറിയുന്ന ദൈവം, നമ്മുടെ ദുഃഖങ്ങൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, നാം ചെയ്തു കൂട്ടുന്ന ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ നടപ്പ്, നമ്മുടെ ഇരിപ്പ്, കിടപ്പ്, എഴുന്നേൽപ്പ്, നമ്മുടെ മനസ്സിലെ വിചാരങ്ങൾ, വികാരങ്ങൾ എന്ന് വേണ്ട സകലവും കൃത്യമായിട്ടറിയുന്നൊരു ദൈവം. ഈ ലോകത്തിലെ സകല മനുഷ്യൻ്റെയും എണ്ണം കൃത്യമായി കുറിച്ചു വച്ചിരിക്കുന്നൊരു ദൈവം. കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെ തലയിലെ ഓരോ മുടിയും എണ്ണിവെച്ചിരിക്കുന്നവനായ ഒരു ദൈവം. അതാണ് സ്വർഗത്തിലെ ദൈവം, ഞാൻ പറയുന്ന ഈ കർത്താവായ യേശു എന്ന രക്ഷിതാവായ ദൈവം. പ്രിയമുള്ളവരെ, ആ ദൈവത്തിന് ഈ ജനത്തെക്കുറിച്ച് അയ്യോഭാവം തോന്നി. പക്ഷെ യോനയ്ക്ക് അത് തോന്നിയില്ല. എന്തുകൊണ്ട് തോന്നിയില്ല എന്ന് നാം ചിന്തിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യം, യോന ആ ജനത്തെ സ്നേഹിച്ചില്ല എന്നുള്ളതാണ്. ദൈവം യോനയെ അങ്ങോട്ട് അയച്ചു, ദൈവം പറഞ്ഞു അവിടെ പോകണം. അപ്പോഴും യോനയ്ക്ക് ആ ജനത്തോട് സ്നേഹമില്ല. അതുകൊണ്ടാണ് യോന മറ്റൊരു വഴിക്ക് പോകാനായി പരിശ്രമിച്ചത്. പക്ഷെ ദൈവം യോനയെ ഇവിടെ തന്നെ എത്തിച്ചു. അവിടെ യോന പ്രസംഗിക്കുന്നുണ്ട്. ആ പ്രസംഗമൊക്കെ നടത്തി തൻ്റെ ഡ്യൂട്ടി ചെയ്തു. പിന്നെയും അവിടെ കുത്തിയിരിക്കുകയാണ്. ജനത്തെ ദൈവം ശിക്ഷിക്കാത്തതിൽ യോനയ്ക്ക് അമർഷമുണ്ട്, ദേഷ്യമുണ്ട്. വീണ്ടും എന്തെങ്കിലുമൊക്കെ ദൈവം ആ ജനത്തോട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ യോന കാത്തിരിക്കുകയാണ്. ഇത്രയൊക്കെ യോന അവിടെ ചെന്നു, പ്രസംഗിച്ചു. അവിടെ ഈ യോന ഈ ജനത്തിന് എന്ത് സംഭവിക്കുമെന്നോർത്ത് നോക്കിയിരിക്കുന്നു. ഇതെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, യോന വാസ്തവത്തിൽ ഈ ജനത്തെ ഇതുവരെയും സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. യോന എന്തുകൊണ്ട് സ്നേഹിച്ചില്ല? യോനയുടെ ആരും അവിടെ ഇല്ല. യോനയുടെ ആരും അവിടെ ഇല്ല. മാത്രമല്ല, യോന ശത്രുക്കളെ പോലെ കാണുന്ന ആളുകളാണവർ. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദ്രോഹം ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പം അവരെ എങ്ങനെ സ്നേഹിക്കാനായിട്ട് കഴിയും? അവരെ എങ്ങനെ കരുതാനായിട്ട് കഴിയും? അത് യോനയെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. യോന അവരെ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇതുവരെയും സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് യോനയ്ക്ക് അവരെ സംബന്ധിച്ച് യാതൊരു അയ്യോഭാവവും ഒരു അനുകമ്പയും തോന്നാതിരുന്നത്. എന്നാൽ ദൈവത്തിന് അവരെക്കുറിച്ച് തോന്നി. എന്തുകൊണ്ടാണ് ദൈവത്തിന് അവരെക്കുറിച്ച് തോന്നിയത്? ദൈവത്തിന് തോന്നാൻ കാരണമുണ്ട്. കാരണം അവരുടെ സൃഷ്ടിതാവായ ദൈവം ഈ കർത്താവായ ദൈവമാണ്. അപ്പം ആ ദൈവം അവരുടെ സൃഷ്ടിതാവായിരിക്കാൽ സൃഷ്ടിച്ചവന് സൃഷ്ടിയെക്കുറിച്ച് ചിന്തയുണ്ട്. സൃഷ്ടിച്ചവന് താൻ സൃഷ്ടിച്ചിട്ടുള്ള ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നവനല്ല. അപ്പം ആ ദൈവം അവരെ സ്നേഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6, 8, 10 വാക്യങ്ങളിൽ 6-ാം വാക്യം, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. 8-ാം വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. 10-ാം വാക്യം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ
ദൈവത്തോട് നിരപ്പ് വന്നു. നോക്കണം, നാം ശത്രുക്കളായിരിക്കുമ്പോൾ, അഭക്തരായിരിക്കുമ്പോൾ, പാപികളായിരിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു. അങ്ങനെ ഈ റോമലേഖനത്തിൽ വായിക്കുന്നത് 8-ാം വാക്യത്തിൽ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. പാപികളാണ് നമ്മൾ എങ്കിലും, ശത്രുക്കളാണ്, അതുപോലെ നാം ദോഷം പ്രവർത്തിച്ച് ജീവിക്കുന്ന, ദൈവത്തിന് വിരോധമായിട്ട് പ്രവർത്തിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു എങ്കിലും ദൈവം നമ്മൾ അവൻ്റെ സൃഷ്ടിയായിരിക്കാൻ നമ്മെ സ്നേഹിച്ചു. നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി മരിക്കയാൽ തൻ്റെ സ്നേഹത്തെ അവൻ ക്രൂശിൽ പ്രകടിപ്പിക്കുകയാണ്. അത് ദൈവം പ്രകടിപ്പിച്ചു. പ്രിയമുള്ളവരെ, അത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു, സകലരെയും സ്നേഹിക്കുന്നു. ദൈവം നിനവയിലെ ജനങ്ങളെ സ്നേഹിച്ചു. ദൈവം നിനവയിലെ 1,20,000-ൽ ചില്ലുവാനും മനുഷ്യരെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് അവരോട് അനുകമ്പ കാണിച്ചത്, അവരോട് അയ്യോഭാവം ദൈവത്തിന് തോന്നിയത്, സഹതാപം തോന്നിയത്. നമ്മോടും ആ സഹതാപം ആ ദൈവം കാണിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാം പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് ക്രൂശിൽ ഒരു യാഗമായിട്ട് തീർന്നത്. പ്രിയ സഹോദര സഹോദരി, താങ്കൾ ഇതുവരെയും ഈ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാതെ ഇന്നും പാപത്തിൽ ചെയ്യുന്ന പാപത്തെക്കുറിച്ച് കുറ്റബോധമില്ലാതെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, സ്നേഹിത, താങ്കളോട് പറയട്ടെ, യേശു താങ്കളെ സ്നേഹിച്ചുകൊണ്ടാണ് ക്രൂശിൽ മരിച്ചത്. താങ്കളൊരു പാപിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ താങ്കൾക്ക് പകരമായി താങ്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി മരിച്ചതാ. ആ ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുക. താങ്കളൊരു ദൈവദാസനാണെങ്കിൽ, സഹോദര, നാം സുവിശേഷം അറിയിക്കുന്നതിന് മുമ്പേ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ആരോട് പറയുന്നുവോ അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അവരെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് സ്നേഹത്തോടെ സുവിശേഷം പങ്കുവയ്ക്കാനും കഴിയുകയുള്ളൂ. വരുന്ന നാളുകളിൽ അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പുണ്യനാമം മഹത്വപ്പെടട്ടെ.